സ്മൃതി, തീർച്ചയായിട്ടും കളമൊരുങ്ങിക്കഴിഞ്ഞു. 38 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്നിപ്പോൾ കേരളത്തിൽ പല ജില്ലകളിലെയും താപനില. പക്ഷേ ഇനി വരുന്ന ദിവസങ്ങളിൽ രാഷ്ട്രീയ താപനില എത്രയോ ഉയരാൻ പോവുകയാണ്. പല തിരഞ്ഞെടുപ്പുകളും നമുക്കൊക്കെ വലിയ ആവേശകരമാകുന്ന ഒരു സ്പോർട്ട് ഇവൻറ്റിൻ്റെ രീതിയിലേക്ക് പരിണമിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് കേരളത്തിൽ നോക്കിയാൽ വടകര, തൃശ്ശൂർ, അതേപോലെ നമ്മൾ ഇന്ന് കണ്ട ആറ്റിങ്ങൽ, തിരുവനന്തപുരം, ഈ മണ്ഡലങ്ങളിലെല്ലാം ഒരു നെയിൽ ബൈറ്റിംഗ് കോമ്പറ്റീഷൻ ഉണ്ടാകും എന്ന കാര്യത്തിൽ തീർച്ചയാണ്. കളം നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ ആദ്യഘട്ടത്തിൽ പറയുന്നത്. പക്ഷേ അപ്പോഴും ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രധാനമായും സൂചിപ്പിക്കേണ്ടതുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തീയതികൾ വരുന്നു. 97.8 കോടി ജനങ്ങൾ, വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തുകയാണ്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ എക്സസൈസാണ് നടക്കുന്നത്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതൽ വോട്ടർമാർ എത്തുന്നു എന്നതാണ് പ്രത്യേകത. കണക്കുകൾ നോക്കിയാൽ ഒരുപക്ഷെ അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഒക്കെ ഭൂഖണ്ഡങ്ങളിൽ വോട്ട് ചെയ്യുന്നവരെക്കാൾ അധികം വോട്ടർമാർ നമ്മുടെ രാജ്യത്ത് നിന്ന് 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഭാഗഭാക്കാകുന്നു. ഇതോടൊപ്പം തന്നെ മറ്റു 4 സംസ്ഥാനങ്ങളുടെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അത്രയും ബൃഹത്തായ ഒരു ഇലക്ടറൽ പ്രോസസ്സിന് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നേതൃത്വം നൽകുമ്പോൾ അതിൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ പൗരൻ എന്ന രീതിയിൽ എനിക്കൊരു അഭിമാനമുണ്ട്. ആ 97.8 കോടി വോട്ടർമാരിൽ ഞാനും നിങ്ങളുമെല്ലാം വോട്ടർമാരാണ് എന്ന് പറയുന്നതിൽ വലിയ സന്തോഷവുമുണ്ട്. ഇനി നമ്മൾ തിരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് വന്നാൽ എന്താണ് അവസാന ഘട്ടമാകുമ്പോഴേക്കും നമ്മൾ കാണുന്ന ഒരു ഗെയിം ചേഞ്ചർ ഫീൽഡിൽ രൂപപ്പെട്ടു വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഈ കേന്ദ്ര സർക്കാർ അബ് കി ബാർ 400 പാർ എന്ന മുദ്രാവാക്യമാണ് മുന്നോട്ട് വയ്ക്കുന്നതെങ്കിലും നിലവിൽ ഫീൽഡിൽ നിന്ന് ലഭിക്കുന്ന റെസ്പോൺസ് അനുസരിച്ച് കഴിഞ്ഞ തവണത്തെ പ്രകടനം പോലും നരേന്ദ്രമോദി സർക്കാരിന് ആവർത്തിക്കാൻ കഴിയുമോ എന്നൊരാശങ്കയുണ്ട്. ഒരുപക്ഷെ മൂന്നാം ഊഴം നരേന്ദ്രമോദി സർക്കാരിന് ലഭിക്കുമായിരിക്കും. പക്ഷേ ആ കണക്കുകൾ എന്നുള്ളത് നമ്മുടെ മുന്നിൽ ദുർബലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇലക്ട്രൽ ബോണ്ട് അടക്കമുള്ള വിഷയങ്ങൾ വരുന്നു. ഇവിടെയാണ് എനിക്ക് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്. കഴിഞ്ഞ 48 മണിക്കൂറായി നമ്മുടെ രാജ്യം ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് എത്രമാത്രം ചർച്ച ചെയ്തു എന്നുള്ളത് ഞാൻ കുറേയധികം മീഡിയകൾ പരതി നോക്കുമ്പോൾ അതിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്, നിങ്ങൾ ഒരു ഭാഗത്ത് സോഷ്യൽ മീഡിയയും മറുഭാഗത്ത് മെയിൻ സ്ട്രീം പ്രസ് ആൻഡ് ടെലിവിഷൻ കൂടി നോക്കിക്കഴിഞ്ഞാൽ ടെലിവിഷനുകളിലും പ്രസ്സിലും ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചുള്ള ചർച്ചകൾ വരുന്നതിനേക്കാൾ 60-70% കണ്ടൻറ്റാണ് സോഷ്യൽ മീഡിയ വഴി ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ക്രിട്ടിക്കൽ കണ്ടൻറ്റ് എന്ന രീതിയിലാണ്. ഇലക്ട്രൽ ബോണ്ടിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള കമൻറ്റുകളല്ല. എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പുതിയ ഒരു പരിപ്രേക്ഷ്യം കൂടി ഉണ്ടാവുന്നു എന്നതാണ്. മാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം എന്ത് എന്നുള്ളത് ഒരുപക്ഷെ സ്മൃതിക്കൊക്കെ അറിയാം. 1989 ബോഫോഴ്സ് കേസ് വരുന്ന ഘട്ടത്തിൽ അന്ന് 64 കോടി രൂപയുടെ അഴിമതി ആരോപിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്ന ജേർണലിസ്റ്റുകളെ നമ്മൾ കണ്ടു. അന്നൊരു ഡിഫമേഷൻ ബില്ല് സർക്കാർ കൊണ്ടുവരുന്നതിനെതിരെയുള്ള പ്രതിഷേധം നമ്മൾ കണ്ടു. ഒരു ആക്റ്റീവായ പബ്ലിക് സ്പിരിറ്റഡായ ഒരു മീഡിയയെ 1989 നമുക്ക് കാണാൻ സാധിച്ചു. ആ സർക്കാർ പിന്നീട് ഓർമ്മിക്കണം, 1984 414 സീറ്റുകളാണ് 84-ലും 85-ലും നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയത്. ആ 414 സീറ്റുകളിൽ നിന്ന് രാജീവ് ഗാന്ധിക്ക് അധികാരം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയത് 1989 ബോഫോഴ്സ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വെളിപ്പെടുത്തലുകളും ആ മീഡിയ ആക്ടിവിസവുമായിരുന്നു. 1984 400 കടക്കാൻ സാധിക്കും എന്നതാണ് BJP ഇന്ന് ലക്ഷ്യമിടുന്നത്. എന്താണോ 1984 കോൺഗ്രസിന് നേടാൻ സാധിച്ചത്, അതിത്തവണ BJPക്ക് നേടാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമായിരുന്നു കഴിഞ്ഞ 3 മാസം മുമ്പ് വരെ നരേന്ദ്രമോദിക്കുണ്ടായിരുന്നത്. പക്ഷേ ഇലക്ട്രൽ ബോണ്ട് അടക്കമുള്ള വിഷയങ്ങൾ, CA അടക്കമുള്ള വിഷയങ്ങൾ, ഇതെല്ലാം പുറത്തേക്ക് വരുന്ന ഘട്ടത്തിൽ ആ കണക്കുകൾ അവരെ തിരിഞ്ഞ് വെല്ലുവിളിക്കുന്നു എന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവിടെയും ഈ മീഡിയ ആക്ടിവിസം ഒരു കാലത്ത് ഭംഗിയായി നിർവഹിച്ചു വന്ന ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ആത്മവിമർശനമായി തന്നെ ഞാൻ ഉന്നയിക്കുകയാണ്. ഇത് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലല്ല, ഇത് ദേശീയ പശ്ചാത്തലത്തിലുള്ളതാണ്. രണ്ടാമത്, ഇനി ആ കണക്കുകളിലേക്ക് എത്തണം. നമ്മൾ പലതവണ ആ കണക്കുകൾ പറഞ്ഞതാണ്. കളമൊരുങ്ങുമ്പോൾ ഈ അബ് കി ബാർ 400 പാർ എന്ന കണക്കിലേക്ക് എത്തണമെങ്കിൽ രസകരമായ ഒരു കണക്ക് ഇന്ന് ഞാനൊരു മീഡിയയിൽ കണ്ടു. വളരെ രസകരമായ ഒരു കമ്പാരിസണാണ്. 1984 കോൺഗ്രസ് എങ്ങനെയാണ് നേടിയത്, സമാനമായ കണക്കുകളിലേക്ക് വരണമോ? 111 സീറ്റുകൾ BJP പിടിച്ചാൽ മാത്രമേ 1984 ആവർത്തിക്കാൻ, 4 പതിറ്റാണ്ട് മുമ്പുള്ള കണക്ക് ആവർത്തിക്കാൻ BJPക്ക് സാധിക്കൂ. ആ കണക്കുകളിൽ തന്നെ നമ്മളോട് പറയുന്നത്, ഇപ്പോൾ ഉത്തർപ്രദേശ് ആണെങ്കിലും ഉത്തരാഖണ്ഡ് ആണെങ്കിലും ഇത് ചേർത്ത് വെച്ചാൽ 83 സീറ്റുകൾ അന്ന് കോൺഗ്രസ് നേടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് 67 സീറ്റുകളാണ്. 16 സീറ്റുകൾ പുതുതായിട്ട് പിടിക്കണം. രാജസ്ഥാനിൽ ഇനി സീറ്റ് പിടിക്കാൻ ബാക്കിയില്ല, 1 സീറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. മധ്യപ്രദേശിലാണെങ്കിലും ഛത്തീസ്ഗഡിലാണെങ്കിലും 40-ൽ 37 പിടിച്ചു കഴിഞ്ഞു. പുതുതായിട്ട് കാർവ് ചെയ്തെടുക്കേണ്ട മേഖല ഏതാണ്? ആ മേഖലയിൽ ഒന്ന് പശ്ചിമ ബംഗാളാണ്, മറ്റൊന്ന് ബീഹാറാണ്. അവിടെയും നാമമാത്രമായ സംഖ്യ മാത്രമാണുള്ളത്. 20 സീറ്റുകൾ കൂടി വേണമെങ്കിൽ അഡീഷണലായിട്ട് അവിടെ പിടിക്കണം. 54-ൽ 28 പിടിച്ചത്. 84-ൽ കോൺഗ്രസ് പിടിക്കുന്നതാവട്ടെ 48. അപ്പോൾ 1984 കണക്ക് ആവർത്തിക്കണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുപോലെ ഉത്തരേന്ത്യയിൽ നിന്നുകൊണ്ടത് സാധ്യമാവില്ല.
അതുകൊണ്ടാണ് ലുക്ക് സൗത്ത് എന്ന് പറയുന്ന പോളിസിയിലേക്ക് BJP എത്തുന്നത്. അവിടെ തമിഴ്നാട് ഒരു കണ്ണുവയ്ക്കുന്നു, കേരളം കണ്ണുവയ്ക്കുന്നു, കർണാടക കണ്ണുവയ്ക്കുന്നു. പക്ഷേ കർണാടകയിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 28-ൽ 24 സീറ്റുകളും BJP സ്വന്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അവിടെ കാര്യമായ മെച്ചപ്പെട്ട ഒരു പ്രകടനം ഇത്തവണയും ഇനി ആവർത്തിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കേരളത്തിൽ 1984-ൽ 13 സീറ്റുകളാണ് കോൺഗ്രസ് എന്ന് നേടുന്നത്. ഇത്തവണയും സമാനമായ രീതിയിലുള്ള പ്രകടനം കോൺഗ്രസ് ആവർത്തിച്ചാലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല BJPക്ക്. അതായത് 84-ൽ കോൺഗ്രസ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നേടിയ സീറ്റുകൾ, ആ സീറ്റുകൾ ആർജിച്ചെടുക്കുക എന്നതാണ് BJPയുടെ പൊളിറ്റിക്കലായിട്ടുള്ള സ്ട്രാറ്റജി. പക്ഷേ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും ആ കണക്കുകൾക്ക് ബഹുദൂരം അകലെയാണ് BJP എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങൾ വളരെ നിർണായകമാണ്. ഈ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ചൂടിലേക്ക് ഇറങ്ങുമ്പോൾ പുതിയ തന്ത്രങ്ങൾ BJPക്ക് മെനയേണ്ടി വരും. നിലവിലുള്ള തന്ത്രങ്ങൾ ആ രീതിയിലൊരു മാസ് ട്രെൻഡായി ഇനിയും രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതൊരു വേവ് രൂപപ്പെട്ടിട്ടില്ല, ഒരു തരംഗം രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. കളമൊരുങ്ങിക്കഴിഞ്ഞു, സ്ഥാനാർത്ഥികൾ ആയിക്കഴിഞ്ഞിരിക്കുന്നു, പക്ഷേ ഒരു ട്രെൻഡിന് അകലെ നിൽക്കുന്നു എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് എനിക്ക് ആദ്യഘട്ടത്തിൽ പറയാനുള്ളത്. കളമൊരുങ്ങി, സ്ഥാനാർത്ഥികളും ഒരുങ്ങി, പക്ഷേ തരംഗം ഇനിയും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ല. ഇനിയുള്ള 40 ദിവസങ്ങൾ ഈ ഘട്ടത്തിൽ നിർണായകവുമാണ്. Meet the editors.